ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മറ്റന്നാൾ കൈമാറും. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് തീരുമാനം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഏറെ കോലാഹലമുണ്ടാക്കാൻ പോകുന്ന ഒരു വിവരമാണ് ഇത്. പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിലേക്കടക്കം നിർമ്മാതാവ് പോവുകയായിരുന്നു. ഹൈക്കോടതി ഇത് തള്ളിയതോടെ വിവരങ്ങൾ പുറത്തുവരും. മധു, അങ്ങനെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. 17-ാം തീയതി, അതായത് മറ്റന്നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയ 5 മാധ്യമപ്രവർത്തകർക്കാണ് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ കൈമാറുക. നേരത്തെ കഴിഞ്ഞ 24-ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടാനാണ് സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യുകയും പിന്നീട് വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി ആ ഹർജി തള്ളുകയും ചെയ്തു. തുടർന്ന് സജിമോൻ അപ്പീൽ പോകുന്നില്ല എന്ന് ഉറപ്പ് പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഇത് പുറത്തുവിടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 4 വർഷത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് എന്നുള്ള വിശദാംശങ്ങൾ കേരളം അറിയാൻ പോകുന്നു. സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ചുള്ള പഠനമാണ് ഹേമ കമ്മിറ്റി നടത്തിയത്. അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടേണ്ട, അതായത് സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങൾ പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് അതിലെ പ്രധാനപ്പെട്ട ചില മൊഴികൾ, ചില ആരോപണങ്ങൾ, അതിനൊപ്പം തന്നെ അനുബന്ധത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കി ബാക്കി വിശദാംശങ്ങളാകും സർക്കാർ കൈമാറുക. അതിൽ ഈ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരും. ഏതായാലും വളരെ ആകാംക്ഷയോടെയാണ് കേരളം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നത്. കാരണം നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പഠനത്തിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചത്. വിശദമായ മൊഴികൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. സിനിമാ മേഖലയിലെ എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റി പഠിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരുമ്പോൾ അത് വലിയ കോലാഹലം ഉണ്ടാക്കും, അതൊരു സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടാക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു. ഏതായാലും മറ്റന്നാൾ ഈ റിപ്പോർട്ട് പുറത്തുവരും. വിവരങ്ങളല്ല പുറത്തുവിടുന്നത്. ആർക്കെങ്കിലും തരത്തിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി പുറത്തുവിടുക എന്ന് പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അങ്ങനെ പ്രക്ഷുബ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയൊക്കെ എഡിറ്റ് ഔട്ട് ചെയ്യപ്പെടുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും സ്ഫോടനാത്മകമായ വിശദാംശങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്ന ചില നടപടികൾ കാണുമ്പോൾ അങ്ങനെ കേരളം അല്ലെങ്കിൽ പൊതുസമൂഹം അങ്ങനെ ചിന്തിച്ചാൽ ആ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അത്തരം വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സ്വകാര്യതയെ ഹനിക്കുന്ന, ഒപ്പം തന്നെ ആർക്കെങ്കിലുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച വനിതാ സിനിമാ പ്രവർത്തകരുടെ മൊഴികൾ അടക്കമുള്ളവ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങളാകും പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനാത്മകത സൃഷ്ടിക്കുകയോ ചെയ്യുന്ന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്ന കോപ്പികളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കമുള്ള വിശദാംശങ്ങളാകും ഇനി വരാൻ പോകുന്നത്. മാധു, അതായത് അനന്തൻ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലടക്കം പോകുന്നതും, അതായത് കമ്മിറ്റിയാണോ കമ്മീഷനാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്ന ആവശ്യവും നിയമപരമായ പോരാട്ടവും ഒക്കെ നടന്നത് ഇതിനുള്ളിലുള്ള വിവരങ്ങൾ, അത് സിനിമാ മേഖലയിൽ നടക്കുന്ന നിയമപരമല്ലാത്ത വളരെ മോശമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. അവയൊന്നും ഉൾക്കൊള്ളാതെ പുറത്തു വരുന്നൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം അത് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതിന് പിന്നാലെ ഒട്ടേറെ ആരോപണങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതിനൊപ്പം തന്നെ വെളിപ്പെടുത്തലുകളുണ്ടായി, പല രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായി. മലയാള സിനിമാ രംഗത്ത് അനാരോഗ്യകരമായ പല പ്രവണതകളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യത പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മൊഴികൾ നൽകാം എന്നുള്ള ഒരു തുറന്ന സമീപനമാണ് ഹേമ കമ്മിറ്റി നിലപാടെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ വനിതാ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകുകയും മൊഴികൾ നൽകുകയും ചെയ്തിരുന്നു. അതിൽ അവർ നേരിട്ട പല രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല. അത് പുറത്തു വെക്കാത്തതിനും അല്ലെങ്കിൽ നിയമസഭയിൽ വരാത്തതിനുമൊക്കെ പിന്നിൽ
അല്ലെങ്കിൽ അത് പലർക്കെതിരെയും ഉള്ള ആരോപണങ്ങൾ അതിലുണ്ട് എന്നുള്ള രീതി അങ്ങനെയാണ് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ആരോപണമാണ് ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മറിച്ച് സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം ഇത് ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്, ഇത് കമ്മീഷൻ റിപ്പോർട്ടല്ല, അതുകൊണ്ട് തന്നെ കമ്മീഷൻ ആക്ടിൻ്റെ പരിധിയിൽ പെടുന്നതല്ല, അതുകൊണ്ട് ഇത് നിയമസഭയിലോ അതല്ലെങ്കിൽ പരസ്യപ്പെടുത്തേണ്ടയോ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ എടുത്തിരുന്നത്. ഏതായാലും ഇതിനെതിരെ വിവരാവകാശ കമ്മീഷനിൽ പോവുകയും ആ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ, അതായത് ആരുടെയെങ്കിലും സ്വകാര്യത ഹനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിശദാംശങ്ങൾ പുറത്തുവിടാനുള്ള ഒരു ഉത്തരവ് വന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഉള്ള രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യത ഹനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, അതല്ലെങ്കിൽ നേരത്തെ പൊതുസമൂഹം ചർച്ച ചെയ്തതുപോലെ സിനിമാ മേഖലയിലെ പല രഹസ്യങ്ങളും പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ വേണ്ട എന്നുള്ളതാണ്. കാരണം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ മറ്റ് കാര്യങ്ങൾ, അതായത് പുറത്തുവിടാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാകും സർക്കാർ ഇപ്പോൾ കൈമാറുക. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതായത്